ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായം വിഭൂതി യോഗ എല്ലാവരും നിർബന്ധമായും മനസ്സിലാക്കേണ്ടതാണ്. വിഷ്ണുവാണ്, ശക്തിയാണ്, ശിവനാണ് വലുത് എന്ന അജ്ഞാനത്തിൽ നിന്നും സമൂഹത്തിന് രക്ഷ നേടാൻ വിഭൂതി യോഗ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് തോന്നിപ്പോവാറുണ്ട്. ഭഗവാൻ പറയുന്നു, എൻ്റെ ഉത്ഭവം ദേവഗണങ്ങളോ മഹർഷിമാരോ അറിയുന്നില്ല. കാരണം അവരുടെ ഉൽപ്പത്തിക്ക് കാരണം ഞാനാണ്. ആരാണോ ജന്മരഹിതനും അനാദിയുമായി എന്നെ കാണുന്നത് അവർ സകല പാപങ്ങളിൽ നിന്നും നിശേഷം മോചിപ്പിക്കപ്പെടുന്നു. ഭഗവാന്റെ വിഭൂതികൾക്ക് അവസാനമില്ല, എങ്കിലും പ്രധാനമായവ വിസ്തരിക്കുന്നു. സർവഭൂതങ്ങളുടെയും അന്ധകരണത്തിലിരിക്കുന്ന ആത്മാവ്. 12 ആദിത്യന്മാരിൽ വിഷ്ണു എന്ന ആദിത്യൻ, ജ്യോതിസുകളിൽ സൂര്യൻ, നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ, സപ്തമരുത്തുക്കളിൽ മരീചി, വേദങ്ങളിൽ സാമവേദം, ദേവന്മാരിൽ ഇന്ദ്രൻ, ഇന്ദ്രിയങ്ങളിൽ മനസ്സ്, 11 രുദ്രന്മാരിൽ ശങ്കരൻ, യക്ഷരക്ഷസുകളിൽ കുബേരൻ, അഷ്ടവസുക്കളിൽ അഗ്നി, പർവ്വതങ്ങളിൽ മേരു, പുരോഹിതന്മാരിൽ ബൃഹസ്പതി, സേനാനികളിൽ സുബ്രഹ്മണ്യൻ, ജലാശയങ്ങളിൽ സമുദ്രം, മഹർഷിമാരിൽ ഭൃഗു, വാക്കുകളിൽ ഓംകാരം, യജ്ഞങ്ങളിൽ ജപയജ്ഞം, വൃക്ഷങ്ങളിൽ ആൽമരം, ദേവർഷിമാരിൽ നാരദൻ, ഗന്ധർവന്മാരിൽ ചിത്രരഥൻ, സിദ്ധന്മാരിൽ കപിലമുനി, മനുഷ്യനിൽ രാജാവ്, നാഗങ്ങളിൽ അനന്തൻ, സർപ്പങ്ങളിൽ വാസുകി, ജലവാസികളിൽ വരുണൻ, പിതൃക്കളിൽ ആര്യമാവ്, നിയമനത്തിൽ യമൻ, അസുരരിൽ പ്രഹ്ലാദൻ, മൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡൻ, പരിശുദ്ധമാക്കുന്ന വസ്തുക്കളിൽ വായു, ആയുധം ധരിച്ചവരിൽ രാമൻ, നദികളിൽ ഗംഗ, അക്ഷരങ്ങളിൽ അകാരം, ഛന്ദസ്സുകളിൽ ഗായത്രി, മാസങ്ങളിൽ ധനുമാസം, ഋതുക്കളിൽ വസന്തം, വൃഷ്ണികളുടെ കൂട്ടത്തിൽ വാസുദേവൻ, പാണ്ഡവരിൽ അർജുനൻ, മുനിമാരിൽ വ്യാസൻ, ദീർഘവീക്ഷണത്തിൽ ശുക്രാചാര്യൻ. ഇങ്ങനെ പോവുന്നു പരമാത്മാവിൻ്റെ വിഭൂതികൾ. ഇതിലേതു രൂപത്തെ ധ്യാനിച്ചാലും രൂപമില്ലാത്ത പരമാത്മാവിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാവാം നമ്മുടെ ഋഷീശ്വരന്മാർ പുറത്തേക്കല്ല നോക്കേണ്ടത്, അകത്തേക്കാണ് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ജ്ഞാനം എല്ലാവരുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.